നോബൽ, ഹരിയാനയിലെ ഇന്നിപ്പോൾ വിശ്വാസ വോട്ടെടുപ്പായിരുന്നല്ലോ. 4 JJP MLA മാർ വിപ്പ് ലംഘിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ വിശ്വാസ വോട്ട് നേടാനായിട്ടുണ്ടോ ഇപ്പോൾ സൈനി സർക്കാർ? ഹരിയാനയിൽ ഇന്നിപ്പോൾ വിശ്വാസ വോട്ടെടുപ്പ് നടന്നപ്പോൾ നാടകീയമായ രംഗങ്ങളാണ് നിയമസഭയിൽ ഉണ്ടായത്. പ്രധാനമായും പ്രതിപക്ഷ പ്രതിഷേധം ഉൾപ്പെടെ ഉണ്ടായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം JJPയുടെ 4 MLA മാർ ഇന്നിപ്പോൾ നിയമസഭയിൽ എത്തി BJPക്ക് അനുകൂലമായി നിന്നു എന്നുള്ളതാണ്. JJP MLA മാർക്ക് വിപ്പ് നൽകിയത് പ്രകാരമാണെങ്കിൽ 10 MLA മാരും ഇന്ന് നിയമസഭയിൽ ഈ വിശ്വാസ വോട്ടെടുപ്പിൽ പങ്കെടുക്കരുത് എന്ന നിലപാടായിരുന്നു പങ്കുവച്ചത്. പക്ഷേ ഇതിൽ 4 പേർ, ഇന്നലെ തന്നെ ഈ 4 MLA മാർ രാജ്ഭവനിൽ സൈനികരുടെ സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് പങ്കെടുത്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ ആ 4 MLA മാർ BJPയോട് അടുത്തുകൊണ്ട് ഇന്നിപ്പോൾ നിയമസഭയിലേക്കും എത്തിയത്. എന്താണെങ്കിലും JJP പിളർന്നു എന്നത് ഇതോടെ ഉറപ്പായി. 4 MLA മാർ പരസ്യമായി തന്നെ BJPക്ക് ഒപ്പമാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് അവരുടെ ഇന്നത്തെ സാന്നിധ്യം. അതേസമയം ഇന്നിപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ചില പ്രതിഷേധങ്ങൾ അവിടെ ഉണ്ടായി എന്നും പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് മനോഹർലാൽ ഖട്ടാർ ഉൾപ്പെടെ സംസാരിക്കാൻ ശ്രമിച്ചത് നിലവിൽ മുൻ മുഖ്യമന്ത്രി എന്ത് സംസാരിക്കുന്ന ചോദ്യം കോൺഗ്രസിന്റെ ഭാഗത്തും ഉണ്ടായി. അത്തരത്തിൽ പ്രതിഷേധങ്ങൾക്കും ഇന്നിപ്പോൾ ഹരിയാന നിയമസഭ സാക്ഷിയായി. അല്പസമയത്തിനകം വിശ്വാസ വോട്ടെടുപ്പ് പൂർത്തിയാകും. നിലവിലത്തെ സാഹചര്യത്തിൽ BJPക്ക് മറ്റ് പ്രതിസന്ധികൾ സംസ്ഥാനത്ത് ഇല്ല. 52 MLA മാരുടെ പിന്തുണ ഉണ്ട് എന്നാണ് ഇപ്പോൾ BJP വ്യക്തമാക്കുന്നത്. ഏതായാലും വിശ്വാസ വോട്ടെടുപ്പ് അല്പസമയത്തിനകം തന്നെ പൂർത്തിയാകും. നോബൽ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്. വിപ്പ് ലംഘിച്ചിരിക്കുകയാണ് JJP MLA മാർ. ഇതോടെ പിളർപ്പ് ഉണ്ടാകുമെന്ന് ഉറപ്പായി കഴിഞ്ഞു.